ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ചെറുപയർ കറിയാണ്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ പലഹാരങ്ങളുടെയും ഒപ്പം സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. ഇനിയിപ്പോൾ നല്ല ചൂട് ചോറിനൊപ്പം വിളമ്പാനും സൂപ്പർ കറിയാണ്. എല്ലാവരും ഈ ഒരു വിധത്തിൽ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണം. ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കാൻ തോന്നുന്ന അത്രയും ടേസ്റ്റാണ്. ഈ ഒരു പയറ് കറി ഞാനൊരു പ്രത്യേക തരത്തിലാണ് തയ്യാറാക്കി കാണിക്കുന്നത്. എല്ലാവരും തയ്യാറാക്കി നോക്കിക്കോളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ചെറുപയർ കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. ഇനി നമുക്ക് ചെറുപയർ കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 240 ഗ്രാം അളവുള്ള കപ്പിൽ 1 കപ്പ് പയറെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ പയറിനെ മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റിയ പയറിനെ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയതിനു ശേഷം ഒരു കുക്കറിലേക്ക് കൂടെ മാറ്റിയിട്ടുണ്ട്. കുക്കറിലേക്ക് മാറ്റിയ പയറിലേക്ക് 2 കപ്പ് അളവില് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. എരിവിനായിട്ട് 3 പച്ചമുളക് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു സ്പൂണ് ഞാനിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സവാള കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് കുക്കർ ഒന്ന് അടച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കുക്കറിലേക്ക് സ്പൂൺ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇത് പുറത്തേക്ക് തെറിച്ച് വീഴാതിരിക്കാനും വേണ്ടിയിട്ടാണ്. 5 വിസിൽ കൊണ്ട് തന്നെ ഞാനിവിടെ പയറിനെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ പ്രഷർ എല്ലാം പോയ പയറിനെ നമുക്കൊന്ന് തുറന്നുകൂടെ നോക്കാം. നമ്മൾ വേവിച്ചെടുത്ത പയറ് നല്ലവണ്ണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം കറക്റ്റായിട്ടുള്ളൊരു പാകമാണ്. ഇനി നമുക്ക് ഈ പയറിനെ ഒന്ന് ഇളക്കിയും കൂടെ നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ പയറിനെ വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പയറിനെ ഇനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം പയറ് കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 2 സ്പൂൺ അളവിലെ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കണം. കൂടെ തന്നെ കുറച്ച് വറ്റൽ മുളക് കൂടെ നമുക്ക് ചേർക്കാം. ഇനി കറിവേപ്പിലയും കടുകും ഒന്ന് നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയെ ഒന്ന് വഴറ്റിയും കൂടി എടുക്കണം. വെളുത്തുള്ളി 1 മിനിറ്റ് നേരം വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു സവാള ഒന്ന് പൊടിയായി കട്ട് ചെയ്തതാണ് ചേർക്കേണ്ടത്. സവാള കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മുടെ സവാള നല്ല മെറൂൺ കളറിലേക്ക് ഒന്നായി വരട്ടെ. അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ സവാള നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കണം. നമ്മൾ ചേർക്കുന്ന മസാലയ്ക്ക് ഉപ്പ് പിടിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. കൂടെ തന്നെ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 3 പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പച്ചമുളക് കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ചേർക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ട് എരിവിനായിട്ടുള്ള 1 സ്പൂൺ അളവിൽ മുളക് പൊടി കൂടെ ചേർക്കണം. ഇനി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടിയും നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി നീളത്തിൽ കട്ട് ചെയ്തതും ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ക്യാരറ്റും തക്കാളിയും ഒന്ന് നല്ലവണ്ണം വാടി കിട്ടണം. അതുപോലെ തന്നെ തക്കാളി ഒന്ന് വെന്തുടഞ്ഞും കിട്ടണം. അതിനായിട്ട് നമുക്കൊരു മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ടും. മൂടി വെച്ചിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റും തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഈ കൂട്ടിലേക്ക് 1/2 കപ്പ് അളവില് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പയറില് ഒരു തരി പോലും വെള്ളം ഇല്ലാതെയാണ് വെന്ത് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ ചാറിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കണം. 1 മിനിറ്റ് നേരം മൂടി വെച്ച് കൊടുത്താൽ മാത്രം മതിയാകും. ഇനിയിപ്പോൾ ഒന്ന് മൂടി തുറന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. പയർ കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പയർ കറി അത്യാവശ്യം നല്ല കട്ടിയോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് വേണം ഒന്ന് തിളപ്പിച്ചെടുക്കാനായിട്ടും. അതിനായിട്ട് പയർ വേവിച്ച് വെച്ചിരുന്ന കുക്കറിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൂടി പയറിലേക്ക് ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ പയർ കറി നല്ലതുപോലെ ഒന്ന് തിളച്ചു വരട്ടെ. അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പയറുകറി ഒന്ന് തിളച്ച് വരുന്നതിനായിട്ടൊന്ന് മൂടിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ലവണ്ണം തിളച്ചു തുടങ്ങിയ പയറുകറിയെ മൂടി തുറന്നൊന്ന് നോക്കാം. പയറൊന്ന് ഉടച്ച് കഴിക്കുന്നതിനോടാണ് താല്പര്യമെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് പയറൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാവുന്നതാണ്. എനിക്ക് ഈ പയറിനെ ഉടച്ച് കഴിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഉടച്ചൊന്നും തന്നെ കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ അധികം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. നമുക്ക് ഉടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം.
പയറുകറി ചൂടാറി വരുമ്പോൾ ഒന്ന് കട്ടിയായിട്ടൊക്കെ വരും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പയറുകറി ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് കൂടെ മാറ്റി കൊടുക്കാം. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര എളുപ്പത്തിലാണ് നല്ലൊരു പയറുകറി നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ നമ്മൾ നിത്യവും തയ്യാറാക്കുന്ന ഒരു കറികളിൽ ഒന്നാണ് ചെറുപയർ കറി. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഏതു തരം ഭക്ഷണത്തിൻ്റെ ഒപ്പം വിളമ്പാൻ നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഈ ഒരു വിധത്തിലൊന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ഒരു ചാനൽ മുന്നോട്ട് പോകുന്നത്. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.